അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തർക്കശാസ്ത്രം അഥവാ തസ്രീഹ് മന്തിഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻതഖ നൗഅൽ ഇൻസാനി ബിൽ മന്തിഖിൽ ഫസീഹ് വഅബ്ദഅഹു ബിശ്ശക്ലി സ്വബീഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി മൻ അർസലഹു ബികിതാബിൽ മൻഊദ് ബിഫസ്ലിൽ ഖിതാബ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖൈരി ആലിം വഅസ്ഹാബ് അമ്മാ ബഅദ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം തർക്കശാസ്ത്രം എന്നതാണ്. അതായത് ഇൽമുൽ മന്തിഖ് എന്നാണ് അതിന് പറയുക. തർക്കശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണ്? പ്രത്യേകിച്ച് ഈ കാലത്ത് അനിവാര്യമായ ഒന്നാണ് തർക്കശാസ്ത്രം എന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ നമുക്ക് സമർത്ഥിക്കാൻ, വിശിഷ്യ പുത്തനാശയക്കാരുടെ വാദങ്ങളെ ഗണ്ണിക്കാനെല്ലാം തർക്കശാസ്ത്രം പഠിക്കൽ അത്യാവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നതായി കാണാം, ഇത് പഠിക്കൽ ഫർള് കിഫായാണ് എന്നൊക്കെ. മന്തിഖിൽ ഒരു ബൈത്ത് കിതാബുണ്ട്, അതിൻ്റെ പേരാണ് സുല്ലമ് എന്ന്. വബിനുസ്സലാഹി വന്നവാമി ഹറമ വഖാല ഖൗമുൻ യംബഗി അയ്യുഅലമ. ഇബ്നു സലാഹ് തങ്ങളും നബവി ഇമാമും തർക്കശാസ്ത്രം പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ മറുപടി ഇബ്നു ഹജർ തങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംദാദ് എന്നൊരു കിതാബിൽ മഹാനവറുകൾ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അവരുടെ കാലത്തുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളാണ്. അത് ഇസ്ലാമിൻ്റെ ആശയത്തിനെതിരായ വാദങ്ങൾ കലർന്ന, ഫലസഫിയോട് കലർന്ന തർക്കശാസ്ത്രം പഠിക്കൽ ഹറാമാണ് എന്നതാണ് പറഞ്ഞത്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം ഇമാമിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രയോജനം വളരെ വലുതാണ്. ലിഉമൂമി നഫഇഹിമ, ഈ തർക്കശാസ്ത്രത്തിൻ്റെ അറിവിനെ ക്രോഡീകരിച്ചത് ആദ്യ ടീച്ചറായി നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് അരിസ്റ്റോട്ടിൽ എന്നവരെയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം ക്രോഡീകരിച്ചതോ മുഅല്ലിമു സാനിയായിട്ട് ഫാറാബി എന്നവരെയാണ്. തർക്കശാസ്ത്രത്തിലെ വലിയ സേവനം ചെയ്തവരാണ് ഒന്ന് സോക്രട്ടീസ്, അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യനായ പ്ലാറ്റോ, അവിടുത്തെ ശിഷ്യരായ അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ എന്നിവരൊക്കെ. തർക്കശാസ്ത്രം പഠിക്കണം. തർക്കശാസ്ത്രം ഈ ദീനിൻ്റെ എതിരായി അതിൻ്റെ ഓരോ പുത്തനാശയങ്ങളുമായി വരുന്നവരോടൊക്കെ നമ്മൾക്ക് വർത്തമാനം പറഞ്ഞിട്ട് നെല്ലും പതിനും വേർതിരിക്കാൻ പറ്റും. അതിനു മാത്രം നമ്മുടെ സംസാരത്തിൽ നമ്മൾക്ക് അഗാധമായ കഴിവും, ഏതൊരു വിഷയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് ആ ഖണ്ഡനത്തിൽ വിജയം കരസ്ഥമാക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ തർക്കശാസ്ത്രം എന്നുള്ളത്. എൻ്റെ അറിവിൽ തന്നെ പല അഡ്വക്കറ്റുമാർ, വക്കീൽമാരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉസ്താദുമാരുടെ അടുത്ത് വന്നിട്ട് തർക്കശാസ്ത്രം പഠിക്കലുണ്ടായിരുന്നു. അതായത് അവരൊരു ഫീൽഡ് അങ്ങനെയാണല്ലോ. അപ്പോൾ വലിയ പ്രയോജനപ്പെടും. അതിനെക്കുറിച്ചൊന്ന് അഗാധമായി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി ദർസുകളിലെ ഉസ്താദുമാരുടെ അടുത്തേക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഗഹനമായി അറിയാൻ അവർക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എനിക്കറിയുന്ന 2-3 അഡ്വക്കറ്റുമാരെന്ത് ചെയ്യുന്നുണ്ട്, ഈ തർക്കശാസ്ത്രം, ഈ കിതാബ് മന്തിഖൊക്കെ വന്ന് ഓതിയതായിട്ട് നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഒരു കിതാബ് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ രചിച്ച രചയിതാവിനെ കുറിച്ച് അഥവാ അതിൻ്റെ മുസന്നിഫിനെ കുറിച്ച് ഒന്നറിഞ്ഞിരിക്കൽ നല്ലതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നുകൂടെ ഒരു മതിപ്പുണ്ടാക്കാനും കൂടുതൽ ആ കിതാബിലേക്ക് ആകർഷിക്കാനൊക്കെ അതൊക്കെ വലിയൊരു കാരണമായിരിക്കും. നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് തർക്കശാസ്ത്രമായ തസ്രീഹ് മന്തിഖ് എന്ന ഒരു ഗ്രന്ഥത്തിനാണ്. ഇത് രചിച്ച മഹാനവറുകൾ
വലിയ പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനാണ്. മഹാനവറുകളുടെ പേര് ആലിമുൽ അല്ലാമ ഷെയ്ഖ് അൽ ഇമാം ഖാലി മുഹമ്മദ് ഇർത്തല അലി ഖാൻ അൽ ബുഖാരി അൽ മദാരിസി ബിൻ അഹ്മദുൽ ജുഫാമി എന്നാണ് മഹാനവറുകളുടെ പേര്. ഈ മഹാനായ നമ്മുടെ രചയിതാവ് ജനിച്ചത് ഹിജ്റ 1908 ആണ്. മഹാനവറുകൾ ലോകത്തിലേക്ക് ഭൂജാതനാകുന്നത്. ജൂഫാം എന്ന സ്ഥലം ഇന്ത്യയിലെ ലഖ്നൗ എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനവറുകൾ ആദ്യമായിട്ട് അറിവ് പഠിക്കാൻ തുടങ്ങുന്നത് അവിടുത്തെ സ്വന്തം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. ശേഷം ലഖ്നൗവിൽ വലിയ മഹത്തുക്കളായ ഉലമാഇന്റെ ശിഷ്യത്വം മഹാനവറുകൾ സ്വീകരിച്ചു. പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ് ഷെയ്ഖ് ഹൈദർ അലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ മറ്റു ഒരു ഉസ്താദാണ് ഷെയ്ഖ് ഇബ്രാഹിമുൽ മലൈഭാരി എന്നവർ, ഷെയ്ഖ് അബ്ദുൽ അലി എന്നവർ. അങ്ങനെ അനേകം പ്രധാനപ്പെട്ട ഉസ്താദുമാരുണ്ട് മഹാനവറുകൾക്ക്. മഹാനായ ഇർത്തല അലി ഖാൻ വലിയ ആലിമും വലിയ സൂഫി വര്യനുമാണ്, സാഹിബുൽ കറാമത്തിനുടമയുമാണ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരമ്പരയിലാണ് നമ്മുടെ മുസന്നിഫിൻ്റെ ഇവരെ ജനനം, മഹാനവറുകളുടെ ജനനം. അനേകം കിതാബുകൾ വ്യത്യസ്തമായ വിഷയങ്ങളിൽ മഹാനവറുകൾ രചിച്ചു വച്ചിട്ടുണ്ട്. പ്രധാന കിതാബാണ് ശറഹു സാഹിദിയ, അൽ റിസാലത്തുൽ ഖുതുബിയ, അൽ ഫറാഇൽ ഇർത്തിലാഇയ, ഷർഹ് അസ്മാഇല്ലാഹി ഹുസ്ന, അനഫായിസുൽ ഇർത്തിലാഇയ, അൽ റിസാലത്തുൽ അസീസിയ. അങ്ങനെ 5ാമത്തെ ഗ്രന്ഥമാണെന്ത്, നമ്മുടെ കയ്യിലുള്ള, നമ്മൾ ഓതാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന തസ്രീഹ് മന്തിക്ക് എന്ന ഈ തർക്കശാസ്ത്രത്തിൻ്റെ കിതാബ്. മഹാനവറുകളുടെ വഫാത്ത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇർത്തല അലി ഖാൻ ഹജ്ജിന് പോയി ഹിജ്റ 1270 ഹിജ്റ കഴിഞ്ഞ് വരുന്നത് കപ്പലിലായിരുന്നു. അങ്ങനെ കപ്പലിൽ ഹജ്ജ് കഴിഞ്ഞ് യാത്രയിലായിരിക്കെ കപ്പലിൽ വെച്ച് മഹാനവറുകൾക്കൊരു രോഗം ബാധിക്കുകയും ആ രോഗം പിന്നീട് സമയമെടുക്കും തോറും ശക്തമായി അത് ശരീരത്തിനെ ബാധിക്കുകയും ചെയ്ത് മഹാനവറുകൾ അങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര പോകുന്നത്, വഫാത്താകുന്നത്. അങ്ങനെ അവിടുത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അബ്ദുൽ ഖാദിർ ബാദുഷാ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കൂട്ടുകാരും ജനാസ നിസ്കരിച്ച്, അതായത് കപ്പലിൽ നിന്ന് അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് നിസ്കരിച്ചു. ആ ജനാസയെ കടലിലേക്ക് ഇടുകയാണ് ഉണ്ടായത്. നമ്മുടെ മദ്ഹബ് പ്രകാരം ഫിഖ്ഹിൻ്റെ മസ്അല അങ്ങനെ തന്നെയാണ്. യാത്ര കഴിഞ്ഞ് എത്തിയപ്പോൾ അൽ ഹദീദ എന്ന ഒരു കടപ്പുറത്ത്, ഒരു സ്ഥലത്ത്, ആ മഹാനവറുകളുടെ ജനാസ കടലിലെ ഓളങ്ങൾ വഴി തട്ടി എന്തായി, അത് ഹദീദ എന്ന ഒരു കടപ്പുറത്ത് വന്ന് ചേരുകയും അവിടെ ആ മഹാനവറുകളെ ജനാസയെ സംസ്കരിക്കുകയും മറമാടുകയുമാണ് ഉണ്ടായത്. മഹാനവറുകൾ വഫാത്താകുമ്പോൾ അവരുടെ വയസ്സ് 72 വയസ്സാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് മഹാനവറുകളെ ഓരോ ചരിത്രങ്ങളും വിവരങ്ങളൊക്കെ. ആ വലിയ മഹാനുഭാവൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മൾ ഈ ഓതാൻ പോകുന്ന ഈ തസ്രീഹ് മന്തിക്ക് എന്ന കിതാബിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുവാനും
അതൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ദീനി ദഅവത്തിൻ്റെ ഭാഗങ്ങളൊക്കെയായി, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ മുതഅല്ലിമീങ്ങളുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ ദീനിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ, പുത്തനാശയങ്ങൾക്കാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയൊക്കെ വന്നാൽ ചില അടുത്ത് കൂടുമ്പോൾ ഉണ്ടാവുമല്ലോ ഒച്ചും വിളിയും നായാട്ടൊക്കെ ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോഴൊക്കെ അത് വലിയ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ അതിനെ വളരെ ഡീപ്പായി അഗാധമായി ഇതിനെക്കുറിച്ചറിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അധമ്യമായ ഒരു അത്യാഗ്രഹം അള്ളാഹുവിൻ്റെ ഇൽമിനോട് അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അത്യാഗ്രഹം അത് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലൂടെ ആ വിജ്ഞാന ദാഹം അള്ളാഹു തആല നമ്മൾക്ക് ശമിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.